നിസ്കരിക്കുവാൻ വേണ്ടി വുളു എടുക്കുകയും വുളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മജ്ലിസ് പിരിയുമ്പോൾ ചൊല്ലുന്ന ദിക്റുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ്. ഒരു മജ്ലിസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, പരിശുദ്ധനാണ് റബ്ബേ നീ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തില്ല, നീ മാത്രമാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ എന്നൊരാൾ പറഞ്ഞാൽ കുതിബ ഫീ റിഖിൻ, അത് പ്രത്യേകമായ ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടുകയും തുമ്മ ജുഇല ഫീ ത്വാബഇൻ, സീല് വെച്ചതിനെ മൂടിക്കളയുകയും ചെയ്ത് അല്ലാഹു തആല സീല് വെച്ച് അടച്ചു വെച്ച പ്രത്യേകമായ ഒരു ദിക്റായി അല്ലാഹു സ്വീകരിക്കുകയും ഫലം യുക്സറ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിലാണ് ആ ഖബറുകൾ അല്ലാഹു പൊട്ടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദു എടുത്ത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുണ്ട്, ദുആ ഉണ്ട്. ആ ദുആഇന്റെ കൂടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, അത് അല്ലാഹു തആല സീല് വെച്ച് സ്റ്റാമ്പ് ചെയ്ത് മൂടി വെക്കുമെന്നാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്റാണ്. ഇത് പൊട്ടിക്കുന്നത് സുബ്ഹാനല്ലാഹ് അന്ത്യനാളിലാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ കുറുക്കല്യാണം വെച്ചിട്ടുണ്ട്, കവറൊന്ന് പൊട്ടിച്ചു നോക്കല്, കല്യാണത്തിനൊക്കെ കിട്ടിയ കവറൊക്കെ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നിക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ. നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനാത്തുകൾ. എത്ര വുളു എടുക്കും നമ്മൾ? മിനിമം 5 വുളു എടുക്കണ്ടേ? ഓരോ വക്തിനും വുളു എടുക്കുകയാണെങ്കിൽ. എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ട്, അവരെ പറ്റിയല്ല പറഞ്ഞത്. വുളു പുതുക്കൽ സുന്നത്താണ്. അപ്പോൾ ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുളു സുന്നത്തിന് വേറെടുക്കാൻ പറ്റും, അങ്ങനെ എടുക്കാം. യാ അല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹു തആല അതിനെ സീല് വെച്ച് അടക്കം ചെയ്ത് ഖിയാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകൾ നഷ്ടപ്പെടുത്തരുത്.